ലഡാക്കിലെ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ മാർച്ചിനെ തുടർന്ന് ഡൽഹിയിൽ സംഘർഷാവസ്ഥ. രാജ്ഘട്ടിലേക്കുള്ള യാത്രയിൽ സോനം വാങ്ചുക്കിനെ പോലീസ് പലയിടത്തും തടഞ്ഞു. അനുയായികൾ രാജ്ഘട്ടിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അച്യുതൻ, ഈ പ്രതിഷേധക്കാരെ മാറ്റാൻ കഴിയുമോ? അവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നുണ്ടോ? എന്താണ് ഡൽഹി പോലീസിന്റെ തീരുമാനം? വിജയകുമാർ, ഇന്ന് വൈകിട്ടോടുകൂടിയാണ് സോനം വാങ്ചുങ്ങിനെ പോലീസ് ഈ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുന്നത്. തുടർന്നാണ് ഈ രാജ്ഘട്ടിലേക്ക് എത്തുവാനുള്ള തീരുമാനം അദ്ദേഹം സ്വീകരിക്കുന്നത്. അതിന് തൊട്ടു മുൻപ് തന്നെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം എത്തിയ പദയാത്രികർ രാജ്ഘട്ടിലേക്ക് എത്തിയിരുന്നു. ആദ്യം ഒരു സംഘം എത്തുകയും അവർ രാജ്ഘട്ടിനകത്തേക്ക് പോയി പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു. അതിനുശേഷം അവർ പുറത്തേക്ക് വരികയുണ്ടായി. എന്നാൽ പോലീസ് അവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ പിരിഞ്ഞു പോയില്ല. അതിനെ തുടർന്നാണ് ഈ സോനം വാങ്ചുങ് വരുന്ന യാത്രാമധ്യേ പലയിടങ്ങളിലായി പോലീസ് അദ്ദേഹത്തിന്റെ വാഹനം നിർത്തിവെച്ചത്. അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പ്രവർത്തകർ ഇവിടെ കാരണം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് വാഹനം തടഞ്ഞത്. അതിനുശേഷം അല്പം മുൻപ് അദ്ദേഹം ഇപ്പോൾ ഈ രാജ്ഘട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പദയാത്രികർക്ക് അദ്ദേഹത്തോടൊപ്പം ഒപ്പമുണ്ടായിരുന്ന മറ്റ് പദയാത്രികർക്കൊപ്പമാണ് സോനം വാങ്ചുങ് ഇപ്പോൾ രാജ്ഘട്ടിൽ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം അകത്തേക്ക് പോയി ഗാന്ധി സ്മൃതി കുടീരത്തിൽ പ്രാർത്ഥന നടത്തും. അതിനുശേഷം പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു തയ്യാറെടുപ്പ് അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അർദ്ധസൈനിക വിഭാഗത്തെയും അതുപോലെ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും ഈ രാജ്ഘട്ടിന് മുൻപിൽ വിന്യസിച്ചിട്ടുണ്ട്. ബാരിക്കേഡുകൾ പോലീസിന്റെ സംഘം ഇവിടെ അങ്ങനെയുള്ള ഒരു നീക്കം കൂടി. സോനം വാങ്ചുക്കിനെ പോലീസ് പലയിടത്തും തടയുന്നുണ്ട്. അനുയായികൾ രാജ്ഘട്ടിൽ തുടരുകയാണ്. പിരിഞ്ഞു പോകണമെന്ന് ഡൽഹി പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. തൽക്കാലം പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ പ്രതിഷേധക്കാർ രാജ്ഘട്ടിന് മുന്നിൽ തുടരുകയാണ്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.